കാസർഗോഡ് ശിക്ഷ മരവിപ്പിക്കപ്പെട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കൃപേഷ് ശരത്ലാൽ വധക്കേസിലെ പ്രതികളായ 4 CPM നേതാക്കൾക്ക് അവിടെ പാർട്ടി സ്വീകരണം നൽകുകയാണ്. അതിലേക്ക് കാസർഗോഡ് പള്ളിക്കരയിലാണ് സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങൾ നിരപരാധികളെന്ന വാദം ആവർത്തിച്ചുകൊണ്ടാണ് ജയിലിന് പുറത്തേക്ക് പ്രതികൾ വന്നത്. ഇന്നലെ തന്നെ ശ്രീമതി ഒപ്പം തന്നെ PP ദിവ്യ അടക്കമുള്ള നേതാക്കളൊക്കെ ജയിലിലെത്തി പ്രതികളെ കാണുകയുണ്ടായിരുന്നു. ഇന്ന് MP ജയരാജൻ, P ജയരാജൻ അടക്കമുള്ള കണ്ണൂർ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ, KP സതീഷ് ചന്ദ്രനും MV ബാലകൃഷ്ണൻ മാസ്റ്ററും അടക്കമുള്ള കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ നേതാക്കൾ, എല്ലാ നേതാക്കളും, അതായത് ജില്ലാ നേതൃത്വം ഒന്നടങ്കമാണ് ഈ പ്രതികളെ 4 ശിക്ഷ മരവിപ്പിക്കപ്പെട്ട് പുറത്തു വന്ന 4 പ്രതികളെ സ്വീകരിക്കാൻ ജില്ലാ നേതൃത്വം ഒന്നാകെ തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡേക്ക് പ്രവേശിക്കുമ്പോൾ കാസർഗോഡ് ഇവർക്ക് സ്വീകരണം നൽകുകയാണ്. മുൻ MLA KV കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ K മണികണ്ഠൻ, ഭാസ്കരൻ വെളുത്തോളി, രാഘവൻ വെളുത്തോളി, 4 പ്രമുഖരായ കാസർഗോഡ് ജില്ലയിലെ CPM പ്രവർത്തകരാണ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിചാരണ കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടത്, 5 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടത്. ഇവരുടെ ശിക്ഷ ഇന്നലെ ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് പുറത്തിറങ്ങിയത് ഇവർ. രാഹുൽ KV വിവരങ്ങളുമായി. രാഹുൽ, ജില്ലാ നേതൃത്വം ആകെ ജയിലിലെത്തുന്നത് നമ്മൾ രാവിലെ കണ്ടു. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇവർ എത്തുമ്പോൾ എന്ത് തരത്തിലുള്ള സ്വീകരണമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്? ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്? അഭിലാഷ്, കാസർഗോഡ് പള്ളിക്കരയിലാണ് ഈ കേസിൽ ജയിലിൽ നിന്ന് മോചിതരായ നേതാക്കന്മാർക്ക് സ്വീകരണം ഒരുക്കിയത്. 100ഓളം പ്രവർത്തകർ ചേർന്ന മുദ്രാവാക്യം വിളികളുമായി നേതാക്കളെ സ്വീകരിച്ചു. പക്ഷേ CPMന്റെ നേതാക്കളാരും തന്നെ എത്തിയിട്ടില്ല. മേഖലയിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കൾ മാത്രമാണ് സ്ഥലത്ത് ഉള്ളത് എന്നതാണ്. അവർ ഷാൾ അണിയിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളികളുമായാണ് സ്വീകരിച്ചത്. ധീരസഖാക്കൾക്ക് ജില്ലയിലേക്ക് സ്വാഗതം എന്ന മുദ്രാവാക്യം വിളികളോടുകൂടിയായിരുന്നു സ്വീകരണം എന്നുള്ളത് കൂടിയാണ്. നമ്മളോടൊപ്പം MLA KV കുഞ്ഞിരാമൻ തത്സമയം ചേരും. ഇപ്പോൾ ജില്ലയിലേക്ക് വരുന്നു, വലിയ രീതിയിലുള്ള സ്വീകരണമാണല്ലോ കിട്ടുന്നത്. പ്രതികരണമില്ല, പ്രതികരണമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തൊഴുതുകൊണ്ട് പ്രതികരിക്കാനില്ല എന്നുള്ളതാണ്. അല്ല, CPMനെ സംബന്ധിച്ച് വലിയ ആശ്വാസം, നേട്ടമായാണ് ഈ നേതാക്കൾ, 4 നേതാക്കൾ ജയിൽ മോചിതരാകുന്നതിനെ കാണുന്നത്. അതുകൊണ്ടാണ് 2 ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾ, ജില്ലാ സെക്രട്ടറിമാരടക്കം, ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളടക്കം എത്തി ജയിലിൽ വെച്ച് സ്വീകരിച്ചത്. ഇന്നലെ ഈ തീരുമാനം ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ് വന്നതിന് പിന്നാലെ PK ശ്രീമതിയും PP ദിവ്യയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. MV ഗോവിന്ദൻ്റെ പ്രതികരണം ആ വിധത്തിൽ തന്നെയാണ് വന്നത്. വളരെ ആശ്വാസം എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. ഏതായാലും പള്ളിക്കരയിലെ സ്വീകരണം അത് പൂർത്തിയായിട്ടുണ്ട്. 100ഓളം പ്രവർത്തകരാണ് ഞാൻ പറഞ്ഞതുപോലെ നേതാക്കളെ സ്വീകരിച്ചത്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കുന്നിൽ കൂടി ചെറിയ രീതിയിലുള്ള സ്വീകരണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെയും കുറച്ച് പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. പക്ഷേ CPMന്റെ ജില്ലാ നേതൃത്വം പറയുന്നത് നേതൃത്വത്തിൻ്റെ അറിവോടെയല്ല, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയൊന്നും സംഘടിപ്പിക്കുന്ന ഒരു സ്വീകരണമല്ല, പ്രവർത്തകർ തന്നെ തടിച്ചുകൂടി ഈ വിധത്തിൽ നേതാക്കളെ ജയിലിൽ മോചിതരാകുന്ന നേതാക്കളെ സ്വീകരണ സമ്മേളനമോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയോ അല്ല, പ്രവർത്തകർ ഹാരമണിയിച്ചും മറ്റുമൊക്കെ സ്വീകരിക്കണം. ഇപ്പോൾ കാസർഗോഡ് ജില്ലാ അതിർത്തിയിൽ ഇവരെത്തിയപ്പോൾ അവരെ അങ്ങനെ പ്രവർത്തകർ മാലയിടുകയാണ്. അത് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പരിപാടിയല്ല, പ്രവർത്തകരുടെ സ്വീകരണമാണെന്നാണ് നേതൃത്വം പറയുന്നത്. നേരത്തെ ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങിയിരുന്നു അല്ലേ സ്വീകരണം. അത് വേണ്ടെന്ന് വെച്ചു.